ഹായ് ഓൾ, വെൽക്കം ടു അഡക് 24/7 മലയാളം കറണ്ട് അഫയേഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷിലാണെങ്കിൽ ബാങ്കിങ് ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണുള്ളത്. കൂടാതെ നമ്മൾ PSC ബുള്ളറ്റിൻ ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് പോലും മിസ്സാവാതെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ അഡ 247 മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ക്ലാസ്സസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മുടെ അഡ 247 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ്, ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി, അതുപോലെ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊരു പേജ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മൈ കണ്ടന്റ് ഉണ്ടായിരിക്കും, ഇവിടെ സ്റ്റോർ ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഈ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെൻഷീമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മറക്കാതെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക. ആരാണ്? സാധന സക്സേന നായർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ആരാണ്? സാധന സക്സേന നായർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഖാദർ കമ്മിറ്റി. വാർത്തകളിൽ ധാരാളം വന്നിരുന്നു. ഖാദർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഖാദർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക. എന്താണ്? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്, അല്ലെ? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഈ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഖാദർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ശുപാർശകളൊക്കെ നമ്മൾ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2024 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് അർഹനായത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2024 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് അർഹനായത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ടി പത്മനാഭനാണ്. കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കുക 50,000 രൂപയാണ് പുരസ്കാര തുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ 2024 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് അർഹനായത് ആരാണ്? ടി പത്മനാഭൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം 2024 ആർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗീത സുരേഷ് ബാബു എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഗീത സുരേഷ് ബാബുവിനാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം 2024 ലഭിച്ചത്. ഗീത സുരേഷ് ബാബുവിനാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ആന്തമാനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ആന്തമാനീസ് ചാൾസ് ഡാർവിൻ. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന എക്സാംസിലും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ആന്തമാനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. തവളയാണ്, അല്ലേ? തവള എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായാണ് നിക്കോളാസ് മഡുറോ തുടർച്ചയായ 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായാണ് നിക്കോളാസ് മഡുറോ തുടർച്ചയായ 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ആണ്, വെനസ്വേല എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. വെനസ്വേല. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് നിക്കോളാസ് മഡുറോ തുടർച്ചയായ 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, വെനസ്വേല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് UPSCയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ്?
UPSCയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? എന്താണ് UPSCയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പ്രീതി സുധൻ അല്ലേ, പ്രീതി സുധൻ എന്നുള്ളത് അറിഞ്ഞിരിക്കും. UPSCയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ്? പ്രീതി സുധനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ തന്നെ കണക്റ്റഡ് ഫാക്ട് ആയിട്ട് ഓർത്തിരിക്കുക, പ്രീതി സുധൻ 1983 ബാച്ച് IAS ഓഫീസറാണ്. മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിരുന്നു. കൂടാതെ തന്നെ ആയുഷ്മാൻ ഭാരത്, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ തുടങ്ങിയ പദ്ധതികളുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, UPSCയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആര് എന്നാണ്. ആൻസർ എന്താണ്? പ്രീതി സുധൻ അല്ലേ, പ്രീതി സുധൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജൂലൈയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അഹോം രാജവംശത്തിന്റെ മൈഡാം ശവകുടീരം ഏത് സംസ്ഥാനത്തിലാണ്? അഹോം രാജവംശം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അഹോം രാജവംശം അസമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ മൈഡാം ശവകുടീരം ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? അസമാണ്. അസം എന്നുള്ളത് ഓർത്തിരിക്കുക. കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കുക, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന 43ാമത്തെ സൈറ്റാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ഉൾപ്പെടുന്ന 43ാമത്തെ ഇന്ത്യൻ സൈറ്റാണ് ഇത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 2024 കഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഏത് വിമാനമാണ് തകർന്നു വീണത്? നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. 2024 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഏത് വിമാനമാണ് തകർന്നു വീണത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിഞ്ഞിരിക്കുക, ബോംബർഡിയർ CRJ-200 ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ബോംബർഡിയർ CRJ-200 എന്നുള്ളതാണ് വിമാനത്തിന്റെ പേര്, ബോംബർഡിയർ CRJ-200. ഓർത്തിരുന്നോളൂ, 2024 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം തകർന്നു വീണു. അപ്പോൾ അതിന്റെ പേര് ഓർത്തിരിക്കുക, ബോംബർഡിയർ CRJ-200 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കെതിരായി പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണെന്നറിയോ? 2024 നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കെതിരായി പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക, കർണാടകയാണ് കേട്ടോ, കർണാടക. നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കെതിരായി പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് കർണാടക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോഫീസ് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ റാംസസ് ദൗത്യം പ്രഖ്യാപിച്ച സ്പേസ് ഏജൻസി ഏതാണ്? അപ്പോഫീസ് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ റാംസസ് ദൗത്യം പ്രഖ്യാപിച്ച സ്പേസ് ഏജൻസി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? അപ്പോഫീസ് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ റാംസസ് ദൗത്യം പ്രഖ്യാപിച്ച സ്പേസ് ഏജൻസി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക ESA അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നുള്ള അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോഫീസ് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ റാംസസ് ദൗത്യം പ്രഖ്യാപിച്ച സ്പേസ് ഏജൻസിയാണ് ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നുള്ള അറിഞ്ഞിരിക്കുക. അപ്പോൾ കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരുന്നോളൂ, 2029 ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുമെന്ന് കരുതുന്ന ചിഹ്നഗ്രഹമാണ് അപ്പോഫീസ്. 2029 ഭൂമിയോട് ഏറ്റവും അടുത്തെത്തും എന്ന് കരുതുന്ന ചിഹ്നഗ്രഹമാണ് അപ്പോഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഫീസ് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ റാംസസ് ദൗത്യം പ്രഖ്യാപിച്ച സ്പേസ് ഏജൻസിയാണ് ESA എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്. രാജ്യത്ത് ആദ്യമായി 18 വയസ്സിന് താഴെയുള്ള ഹീമോഫീലിയ രോഗികൾക്ക് എമിസിസുമാബ് ചികിത്സ ഉറപ്പുവരുത്തുന്ന സംസ്ഥാനം ഏതാണെന്നറിയാമോ? രാജ്യത്ത് ആദ്യമായി 18 വയസ്സിന് താഴെയുള്ള ഹീമോഫീലിയ രോഗികൾക്ക് എമിസിസുമാബ് ചികിത്സ ഉറപ്പുവരുത്തുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് നമ്മുടെ കേരളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക, ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ ഫുട്പാത്ത് ആണ് കേട്ടോ. ഓപ്പറേഷൻ ഫുട്പാത്ത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് മാറ്റണം എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് എന്നുള്ളതാണ്. ആൻസർ എന്താണ്? മദ്രാസ് ഹൈക്കോടതിയാണ്. സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് മാറ്റണം എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായി ഓപ്പൺ AI വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായി ഓപ്പൺ AI വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായി ഓപ്പൺ AI വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ആണ് ഇതെന്ന് പറയുന്നത്
സെർച്ച് GPT. ഏതാണ്? സെർച്ച് GPT. സെർച്ച് GPT എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായി ഓപ്പൺ AI വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് സെർച്ച് GPT എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ചാറ്റ് GPT ഓപ്പൺ AI ആണല്ലോ, ഒരു സെർച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ അല്ലേ. സെർച്ച് GPT എന്നുള്ളത് ഓർത്തിരിക്കുക. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വൈഫൈ, രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിയോ? ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിസ്താരയാണ് കേട്ടോ. വിസ്താര, വൈഫൈ വിസ്താര ഓർത്തിരുന്നോളൂ. വൈഫൈ വിസ്താര എന്ന് ഓർത്തിരിക്കുക കേട്ടോ. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഏതെന്ന് പറയുന്നത് വിസ്താര എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ദേശീയ കൈത്തറി ദിനം എന്നാണ്. ദേശീയ കൈത്തറി ദിനം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നാണ് ദേശീയ കൈത്തറി ദിനം? എന്നാണ്? ഓഗസ്റ്റ് 7 അല്ലെ. ഓഗസ്റ്റ് 7 എന്നാണ് കൈത്തറി ദിനം? ഓഗസ്റ്റ് 7 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് എന്നാണ് ഹിരോഷിമ ദിനം? എന്നാണ് ഹിരോഷിമ ദിനം? എന്നാണ്? ഓഗസ്റ്റ് 6 ആണ്. ഓഗസ്റ്റ് 6 ആണ് ഹിരോഷിമ ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓഗസ്റ്റ് 6 ആണ്. അടുത്തത് നാഗസാക്കി ദിനം. നാഗസാക്കി ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? നാഗസാക്കി ദിനം ഓപ്ഷൻ സി ആണ്, ഓഗസ്റ്റ് 9. അപ്പോൾ മറക്കരുത്, 3 ഓർത്തിരിക്കുക. കൈത്തറി ദിനം ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 7, ഹിരോഷിമ ദിനം ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 6, അതുപോലെ നാഗസാക്കി ദിനം ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ആണ് നാഗസാക്കി ദിനം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടാണ് മലയാളിയായ കെ കൈലാസനാഥൻ ചുമതലയേറ്റത്? ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടാണ് മലയാളിയായ കൈലാസനാഥൻ ചുമതലയേറ്റത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ പറഞ്ഞോളൂ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, പുതുച്ചേരി എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. പുതുച്ചേരി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പഠിക്കുക. ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടാണ് മലയാളിയായ കെ കൈലാസനാഥൻ ചുമതലയേറ്റത് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? പുതുച്ചേരിയാണ്. പുതുച്ചേരി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് കേരള സംസ്ഥാനത്തിന്റെ ഭിന്നശേഷി കമ്മീഷണർ. കേരള സംസ്ഥാനത്തിന്റെ ഭിന്നശേഷി കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഭിന്നശേഷി കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഭിന്നശേഷി കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ്, PT ബാബുരാജ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, PT ബാബുരാജ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കേരള സംസ്ഥാനത്തിന്റെ ഭിന്നശേഷി കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, PT ബാബുരാജ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഗാബി തോമസ് ഏത് രാജ്യക്കാരിയാണ്? പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഗാബി തോമസ് ഏത് രാജ്യക്കാരിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? എന്താണ് ഉത്തരം? പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഗാബി തോമസ് ഏത് രാജ്യക്കാരിയാണ്? ഉത്തരം പറഞ്ഞിരിക്കുക. ഓപ്ഷൻ സി ആണ്, അമേരിക്കക്കാരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഗാബി തോമസ് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? അമേരിക്കയാണ്. അടുത്തത് 9ാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻ മോണ്ടോ ഡുപ്ലാന്റിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻ മോണ്ടോ ഡുപ്ലാന്റിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പറഞ്ഞോളൂ. ആൻസർ എന്താണ്? പോൾ വോൾട്ട് ആണ് കേട്ടോ. പോൾ വോൾട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പോൾ വോൾട്ട് ആണ് നമ്മുടെ ആൻസർ. അർമാൻ മോണ്ടോ ഡുപ്ലാന്റിസ് അല്ലെ, അർമാൻ മോണ്ടോ ഡുപ്ലാന്റിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ടുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി നേടിയത്? ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ മനസ്സിലാക്കുക, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതും ചോദിക്കാം അല്ലേ. അപ്പോൾ ഉത്തരം എന്താണ്? പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി നേടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിഞ്ഞിരിക്കുക. 89.45 മീറ്റർ. 89.45 മീറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി നേടിയത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 89.45 മീറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന
ATV റോക്കറ്റ് ഏത് സ്പേസ് ഏജൻസിയുടേതാണ്? ATV റോക്കറ്റ്, അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ATV റോക്കറ്റ് ഏത് സ്പേസ് ഏജൻസിയുടേതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞോളൂ. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ATV ഏത് സ്പേസ് ഏജൻസിയുടെയാണ്? ATV റോക്കറ്റ് ഏത് സ്പേസ് ഏജൻസിയുടെ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ISRO. ISROയുടെ ആണെന്നുള്ള ഓർത്തിരിക്കുക. ISROയുടെ ആണ് ATV അല്ലെ. ATV റോക്കറ്റ് ഏത് സ്പേസ് ഏജൻസിയുടെയാണ്? ISROയുടെ ആണ്. ഓക്കെ, ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് നോക്കാം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിലായിരുന്നു വിക്ഷേപണം. ഇതോടെ ഇന്ത്യ ശ്വസിച്ചു പറക്കാവുന്ന റോക്കറ്റ് വിജയിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമായി. അപ്പോൾ ഇന്ത്യക്ക് മുൻപ് അമേരിക്ക, റഷ്യ, ജപ്പാൻ, അമേരിക്ക, റഷ്യ, ജപ്പാൻ എന്നിവരാണ്. ഈ നേട്ടമുള്ള മറ്റു രാജ്യങ്ങൾ. ATV റോക്കറ്റിൽ ഹൈഡ്രജൻ ആണ് പ്രധാന ഇന്ധനം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കാനും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയുമെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃഷി മെച്ചപ്പെടുത്തുന്നതിന് കർഷകരെ സഹായിക്കുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? ഉത്തരറിയോ? സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തി കൃഷി മെച്ചപ്പെടുത്തുന്നതിന് കർഷകരെ സഹായിക്കുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? കതിർ അല്ലെ. കതിർ ആപ്പ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ക്യൂഷു ഐലൻഡ് ഏത് രാജ്യത്തിലാണ്? ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിൽ അല്ലേ. നോട്ടോ, ഇതുപോലെ ഭൂകമ്പം നോട്ടോ എവിടെയാണ്, ഭൂകമ്പം ഉണ്ടായ നോട്ടോ എവിടെയാണെന്നുള്ള രീതിയിൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനും ആൻസർ എന്താണ്? ജപ്പാൻ. 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ക്യൂഷു ഐലൻഡ് ഏത് രാജ്യത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ജപ്പാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഗ്രഹാം തോർപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രഹാം തോർപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഗ്രഹാം തോർപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലെ. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ തീരുമാനിച്ചത് ആരെയാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ തീരുമാനിച്ചത് ആരെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബി സുധീന്ദ്രകുമാർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ആൻസർ അറിഞ്ഞിരിക്കുക. വിനേഷ് ഫോഗട്ട് ഗുസ്തിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. PR ശ്രീജേഷ് ഹോക്കിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങളാണ് വിനേഷ് ഫോഗട്ടും PR ശ്രീജേഷും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ട ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിൻ്റെ ചെയ്തിട്ടുണ്ട്, പാരലിമ്പിക്സിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടിൻ്റെയും ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ രണ്ടും കാണുക. എക്സാമിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു മാർക്ക് പോലും നമ്മൾ കളയരുത്. അപ്പോൾ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരുന്നോളൂ. പാരീസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങളാണ് വിനേഷ് ഫോഗട്ടും PR ശ്രീജേഷും. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് 2024 ഓഗസ്റ്റ് 15 ആചരിച്ചത്? 2024 ഓഗസ്റ്റ് 15 ആചരിച്ചത് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്? ഉത്തരറിയോ? ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് 2024 ഓഗസ്റ്റ് 15 ആചരിച്ചത്? ആൻസർ എന്താണ്? 78 അല്ലെ. 78 എന്നുള്ളത് ഓർത്തിരിക്കുക. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് 2024 ഓഗസ്റ്റ് 15 ആചരിച്ചത്. ഓർത്തിരുന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരുന്നു? ഫ്രം ക്ലിക്സ്. ആ ഒരു ക്ലിക്സ് എന്നുള്ള ആ ഒരു വാക്ക് ഓർത്തിരിക്കുക കേട്ടോ. ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒരു ക്ലിക്കിലൂടെ പുരോഗതിയിലേക്ക്
യുവജനങ്ങളുടെ സുസ്ഥിര പുരോഗതിക്ക് ഡിജിറ്റൽ വഴികൾ എന്നുള്ളതാണ് 2024 പ്രമേയം എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അന്താരാഷ്ട്ര യുവജന ദിനം ചോദിക്കുകയാണെങ്കിൽ അത് ഓഗസ്റ്റ് 12 അല്ലേ? ദേശീയ യുവജനം ചോദിക്കുകയാണെങ്കിൽ അത് ജനുവരി 12 രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ പ്രമേയമാണ് ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഓഗസ്റ്റിൽ US ഇന്ത്യൻ സ്ഥാനപതിയായി, ഈ നേച്ചറുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എക്സാമിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരെണ്ണം പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. അപ്പോൾ എല്ലാം പഠിക്കുക. 2024 ഓഗസ്റ്റിൽ US ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റത് ആരാണ്? ഓർമ്മ വന്നോ? ആൻസർ ഓർമ്മ വന്നോ? ഓപ്ഷൻ ബി അല്ലേ, വിനയ് മോഹൻ ഗത്ര. വിനയ് മോഹൻ ഗത്ര എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഉദരശക്തി 2024. ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓർത്തിരിക്കുക. എന്താണ്? ഇന്ത്യ മലേഷ്യ. ഇന്ത്യ മലേഷ്യ എന്നുള്ള ഓർത്തിരിക്കുക. അതുപോലെ 2024 വേദി കുവാന്തൻ മലേഷ്യ എന്നുള്ളതും അറിഞ്ഞിരിക്കുക കേട്ടോ. മലേഷ്യയിലെ കുവാന്തനിലായിരുന്നു 2024 വേദി എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായാണ് പോൾ കഗാമെ നിയമിതനായത്? 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായാണ് പോൾ കഗാമെ നിയമിതനായത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിഞ്ഞിരിക്കുക. റുവാണ്ടയാണ് കേട്ടോ. റുവാണ്ട. പോൾ കഗാമെ നിയമിതനായത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ്? റുവാണ്ടയാണ്. റുവാണ്ട എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വിജിലൻസിന്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? വിജിലൻസിന്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ യോഗേഷ് ഗുപ്തയാണ് അല്ലേ, യോഗേഷ് ഗുപ്ത. ഓക്കെ, അടുത്തത് 2024 ഓഗസ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, ഇത് വേണ്ട, ഇത് സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് പയേ തുങ്താൻ ഷിനവത്ര? പയേ തുങ്താൻ ഷിനവത്ര 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതയായ വ്യക്തിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? തായ്ലൻഡ് ആണ് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഈ വർഷത്തെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡിന് അർഹയായത് ആരാണ്? ഈ വർഷത്തെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡിന് അർഹയായത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? ഈ വർഷത്തെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡിന് അർഹയായത് ആരാണ്? അരുന്ധതി റോയ് അല്ലെ, അരുന്ധതി റോയ് ആണ് ഈ വർഷത്തെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡിന് അർഹയായത്. അരുന്ധതി റോയ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയ അമൻ ഷെഹ്റാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയ അമൻ ഷെഹ്റാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഗുസ്തി അല്ലെ, ഗുസ്തി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അമൻ ഷെഹ്റാവത്ത് ഗുസ്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് 2023 ഓഗസ്റ്റിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി ഏത് മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ചതാണ് എന്നുള്ളതാണ്. ഹേമ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ അല്ലെ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഹേമ കമ്മീഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് 2024 ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓർത്തിരിക്കുക. 161 അല്ലെ, 161ാമത് ജന്മദിനമാണ് അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനമാണ് ആചരിച്ചതെന്നുള്ള ഓർത്തിരിക്കുക. ഇന്ത്യയിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും നിയമനിർമ്മാതാവും വിപ്ലവകാരിയുമായ മഹാത്മാ അയ്യങ്കാളി ജനിക്കുന്നത് 1863 അല്ലേ, 1863 ഓഗസ്റ്റ് 28 ഓർത്തിരിക്കുക. ഓക്കെ, ആ ഒരു ഡേറ്റ് ഓർത്തിരുന്നോളൂ, ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം. 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിക്കുന്നത്. അടുത്തത് ദേശീയ കായിക ദിനം എന്നുള്ളതാണ്. എന്നാണ് ദേശീയ കായിക ദിനം? ഓഗസ്റ്റ് 29 അല്ലേ, ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29 ഇന്ത്യയുടെ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസ താരം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 2012 അതൊന്ന് ഓർത്തിരുന്നോളൂ. 1905 ഓഗസ്റ്റ് 29 അലഹാബാദിലായിരുന്നു ധ്യാൻചന്ദിന്റെ ജനനം. 1928, 32, 36 വർഷങ്ങളിൽ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ പ്രധാന താരമായിരുന്നു ധ്യാൻചന്ദ്.
1948 വരെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ആ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് 2024 റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് CEO ആയി നിയമിതനാകുന്നത് ആരെ എന്നുള്ളതാണ്. ആൻസർ എന്താണ്? സതീഷ് കുമാർ അല്ലേ? സതീഷ് കുമാർ. അപ്പോൾ ഇത് പ്രത്യേകത ഓർത്തിരിക്കുക. ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത ഇന്ത്യൻ റെയിൽവേയുടെ തലപ്പത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന വ്യക്തിയാണ്. അപ്പോൾ രണ്ടും ഓർത്തിരിക്കണം. 2023 സെപ്റ്റംബറിലായിരുന്നു റെയിൽവേ ബോർഡിന്റെ ചെയർമാനും CEOയുമായി ജയ വർമ്മ സിൻഹയെ നിയമിച്ചത്. ഈ പേര് എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. അനിൽകുമാർ ലഹോട്ടിയുടെ പിൻഗാമിയായാണ് ആദ്യ വനിത ചെയർമാനായ സിൻഹ ചുമതലയേറ്റത്. ഓർത്തിരിക്കുക. ഇതിന് പിന്നാലെയാണ് ചരിത്രത്തിൽ ആദ്യമായി ദളിത് വിഭാഗത്തിൽപ്പെട്ട സതീഷ് കുമാർ ഇന്ത്യൻ റെയിൽവേയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഓഗസ്റ്റ് 31 വിരമിക്കുന്ന ബോർഡിന്റെ നിലവിലെ ചെയർപേഴ്സൺ CEOയുമായ ജയവർമ്മ സിൻഹയ്ക്ക് പകരമായി സതീഷ് കുമാറിന്റെ കാലാവധി സെപ്റ്റംബർ 1 ആരംഭിച്ചിട്ടുള്ളത്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് നമ്മുടെ ADA 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഒരുപാട് പെയ്ഡ് ബാച്ചസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻസ്റ്റാൾ കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാൾ കൊടുത്തു, സ്റ്റേറ്റ് എക്സാംസ് കൊടുത്തു, കേരള കൊടുത്തു, ലോഗിൻ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ RRB NTPC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഒരു പാക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആപ്പ് എടുക്കുക, സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ RRB NTPC എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഫോൾഡർ വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് വരും. അവിടെ എന്ത് ചെയ്യുക? 5670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നേരത്തെ കണ്ട എമൗണ്ട് അല്ല ഇപ്പോൾ കിടക്കുന്നത്. കണ്ടോ? അപ്പോൾ ആ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ്, ഈ ഒരു ടെസ്റ്റ് പാക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരുപാട് ബാച്ചസ് അവൈലബിൾ ആണ്. വേരിയസ് LGS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഏത് കോഴ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് എടുക്കേണ്ടത്? ഏതാണെങ്കിലും, ഇപ്പോൾ കേരള PSC റിലേറ്റഡ് ആണെങ്കിൽ അത്, ബാങ്ക് എക്സാം ആണെങ്കിൽ ഇതാണ് സെലക്ട് ചെയ്യുന്നത്, SSC ആണെങ്കിൽ ഇത്, റെയിൽവേ ആണെങ്കിൽ ഇത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സ്റ്റോറിൽ പോവുക. ഇപ്പോൾ നിങ്ങൾ 10th പ്രിലിംസ് ഒക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് പകരം 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. കൂപ്പൺ കോഡ് മറക്കരുത്, 5670 ആണ്. 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ സ്വപ്നമായി കരുതുന്ന ആളുകൾക്ക് ആ ബാച്ചസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഈ കോഴ്സുകളുടെ എല്ലാം ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോറിൽ പോയിട്ടും പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ RRB SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ കറണ്ട് അഫെയർ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കുന്നത്? സ്റ്റോറിൽ പോവുക, ഒന്നുമില്ലെങ്കിൽ SSC കേരള എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ RRB NTPC കേരള, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഫോൾഡർ വരും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബൈ നൗ കൊടുക്കുന്നു. കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് പകരം 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നു. മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ADA 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാത്തിൻ്റെ ആൻസേഴ്സ് ഓർമ്മയിൽ വന്നിട്ടുള്ള നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ കാര്യം കൂടെ കൂട്ടത്തിലൊന്ന് പറയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.